الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു ആഴ്ചയോളം കഴിഞ്ഞു. റമളാൻ നമ്മിൽ എന്ത് മാറ്റമുണ്ടാക്കി, എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനും തീരുമാനിക്കാനും നിലനിർത്തുവാനും സാധിച്ചത്? ഈ ചോദ്യത്തിന് നമ്മെ വിലയിരുത്തൽ ഓരോരുത്തരെയും അനിവാര്യമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം അത് നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയോ? ഒരാഴ്ച റമളാനിന് ശേഷം നമ്മൾ നമ്മെ വിലയിരുത്തുമ്പോൾ കൃത്യമായി പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ചിരുന്ന 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുകയോ അത് വീട്ടിൽ വെച്ച് അലസമായി നിർവഹിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടോ എന്നത് ഈ ഒരു പരിശോധനയിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിന് ഇസ്ലാമിക പ്രമാണങ്ങളിലും ചരിത്രങ്ങളിലും ഉള്ള സ്ഥാനവും പ്രാധാന്യവും പലരും ഇന്ന് നൽകി കാണുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതക്രമം എന്ന് പറയുന്നത് ദുനിയാവിനനുസരിച്ച് നമസ്കാരത്തെ ക്രമീകരിക്കുക എന്നതാണ്. നമുക്ക് സാഹചര്യവും സൗകര്യവും ഉണ്ടാവുമ്പോൾ നിസ്കരിക്കുക. എന്നാൽ മുൻഗാമികളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ അവർ അവരുടെ ജമാഅത്ത് ആയിക്കൊണ്ടുള്ള 5 നേരത്തെ നമസ്കാരങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ, ജീവിതക്രമങ്ങൾ അവർ ക്രമീകരിച്ചിരുന്നത് എന്നതാണ് വസ്തുത. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് സ്വഹാബികളിൽ രോഗാവസ്ഥയിൽ പോലും, കഠിനമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവർ പള്ളികളിലെത്താൻ ആവേശം കാണിച്ചിരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വലഖദ് കാന റജുലു യുഅതാ ബിഹി യുഹാദാ ബൈന റജുലൈൻ ഹത്താ യുഖാമ ഫിസ്സഫ്. 2 ആളുകളുടെ തോളുകളിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. എന്തിന്? സൊഫിൽ നിൽക്കാൻ. അവർക്ക് ശരിയാം വണ്ണം നടക്കാൻ കഴിയില്ല, പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ. എന്റെ 5 നേരത്തെ നമസ്കാരം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്ന ചിന്തയോടുകൂടി 2 പേരുടെ സഹായത്തോടു കൂടി അവർ സൊഫിലേക്ക് എത്തുമായിരുന്നു എന്നാണ്. സഹാബത്തിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വർഷങ്ങളോളം ജമാഅത്ത് നഷ്ടപ്പെടാത്തതിന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയാം. ആ ചരിത്രം പറയാൻ പോലുമുള്ള യോഗ്യത പലപ്പോഴും നമുക്കില്ലാതെ പോകും. നോക്കൂ നിങ്ങൾ, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയാണ്, മാ ഫാത്തനി അസ്സലാ ഫിൽ ജമാഅ.
എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. മുൻദു 40 സന, 40 വർഷമായി എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഈ സ്വഹാബത്ത് അവർ ഈ ഒരു ജമാഅത്ത് നമസ്കാരത്തിനോട് കാണിച്ചിരുന്ന അതീവ താല്പര്യം, അത് അള്ളാഹു അവർക്ക് കൊടുത്ത ഹിദായത്തിന്റെ പ്രകടനമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന് അസ്ർ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു. അസ്ർ നമസ്കാരം അദ്ദേഹം പിന്നീട് അതിന് പ്രതികരിക്കുകയാണ്. ഒരു മരണവാർത്ത കേട്ടതുപോലെ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ എന്തോ ഒരു ദുരന്തം സംഭവിച്ചതുപോലെ അദ്ദേഹം പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു ദുരന്തം കേട്ടാൽ, ഒരു പ്രയാസം കേട്ടാൽ ഒരു മുഅ്മിന് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയണം, ഫാത്തനി സ്വലാത്തുൽ അസ്രി ഫിൽ ജമാഅ, എനിക്കിത് അസ്ർ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അവരതിന് കൊടുത്ത പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലെ ഐഹികമായ ഏത് സമ്പത്ത് നഷ്ടപ്പെട്ടതിനേക്കാളും ഏറ്റവും വലിയ നഷ്ടമായി അവർ ഒരു ജമാഅത്ത് നമസ്കാരത്തെ നഷ്ടപ്പെടുന്നത് അവർ കണ്ടിരുന്നു. വിശ്വാസികളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് ബോധം മറയുന്ന അവസ്ഥയിൽ ഇപ്രകാരമാണ് ഒരു ചെറിയ ഉണർച്ച ലഭിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പറയുമായിരുന്നു, അസ്സലാ അസ്സലാ, നിങ്ങൾ നമസ്കരിച്ചോ, നിങ്ങൾ നമസ്കരിച്ചോ, നിസ്കാരം എന്തായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് വമാ മലക്കത്ത് ഐമാനിക്കും, നിങ്ങളുടെ കീഴിലുള്ളവരുടെ കാര്യത്തിൽ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ പോലും മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ ഉപദേശിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്ത് ഒരു സുബഹിന്റെ ജമാഅത്തിനിടയിലാണ് ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഖലീഫയെ കൊലപ്പെടുത്തുവാൻ വേണ്ടി കുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ആ നമസ്കാരത്തിനിടയിൽ കുഴഞ്ഞു വീഴുകയാണ്. അദ്ദേഹത്തിന് ബോധം വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് ഒറ്റ കാര്യമാണ്, ആരെന്നെ കുത്തിയതെന്നല്ല. ആദ്യം ചോദിച്ചത് അസ്വല്ലന്നാസ്, ജനങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലേ? എന്നിട്ട് അദ്ദേഹം പറയണം, ഖാലു, കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ പറഞ്ഞു, നഅം, ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ചു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സലാം, ആരാണോ നമസ്കാരം ഉപേക്ഷിച്ചത് അവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല, അവൻ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആ നിസ്കാരത്തിന് എല്ലാ സ്ഥാനവും അവന് നഷ്ടപ്പെട്ടു എന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോരവാർന്ന് മരണശയ്യയിൽ കിടക്കുമ്പോ അദ്ദേഹം ചോദിക്കാം. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും, ലാ ഇസ്ലാമ ലിമൻ ലാ സ്വലാത്ത ലഹു, അദ്ദേഹം പറയാം, ഒരാള് മുസ്ലിമെന്നല്ല, ഒരു ഇസ്ലാമിന്റെ ഒരു അടയാളം അവനില്ല, ലിമൻ ലാ സ്വലാത്ത ലഹു, നിസ്കാരം ശ്രദ്ധിക്കാത്ത ഒരാൾക്ക്, നിസ്കാരം കിട്ടാത്ത ഒരാൾക്ക് മുസ്ലിമനാകാൻ പറ്റൂല എന്ന്. വിശ്വാസികളെ, ഈ പരിശുദ്ധ റമളാൻ നമ്മെ മാറ്റുകയായിരുന്നു. അതിനു മുമ്പുള്ള ജീവിതമായിരുന്നില്ല നമുക്കുണ്ടായിരുന്നത്. നമ്മൾ മാറിയിട്ടുണ്ടോ? ഇത്ര ഗൗരവത്തിൽ, ഇത്ര ശ്രദ്ധയോടുകൂടി നബിയും സഹാബത്തും നിർവഹിച്ചതിന് അതേ ഗൗരവത്തിൽ കണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തുടർച്ച ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും മുൻഗാമികൾ കണ്ട ഈ ഗൗരവം, മുൻഗാമികൾ സ്വീകരിച്ച ഈ നിലപാട് നമുക്ക് സ്വീകരിക്കപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അവർ സ്വീകരിക്കാൻ ഉണ്ടായ ഗൗരവം നമുക്ക് മനസ്സിലാകാത്തതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്താണ് ഇത്ര ഗൗരവം എന്നറിയോ? വിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. റഹ്മാനായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ഒരു മനുഷ്യനോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ അങ്ങനെയാണ്. അഖീമുസ്സലാ വആതവുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം. അവിടെ നിസ്കാരം എന്നത് നിർവഹിക്കണം എന്നും പറഞ്ഞു. രണ്ടാമത്തെ ഇബാദത്ത് സക്കാത്തിനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, വർക്കഊ മഅർ റാക്കിഈൻ,
നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യണം എന്നാണ്. ജമാഅത്തായിട്ടാണ് നിർവഹിക്കുക. അത് കൃത്യമായി ശ്രദ്ധയോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതൊരു അമാന്തം നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കൽപ്പനകളോടും ഗൗരവതരമായ സമീപനം സ്വീകരിക്കുന്ന നമ്മൾ ഈ വിഷയത്തിൽ ഒരു അലസത പാടില്ല. മാത്രമല്ല, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാൻ നാളെ ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കാൽപാദമൊന്ന് മുന്നോട്ട് വെക്കാൻ അള്ളാഹു വെച്ച ഷർത്ത് അവന്റെ നിസ്കാരം ശരിയാകണമെന്നാണ്. ആദ്യ വിചാരണ നിസ്കാരമാണ്. ഇത്ര ഗൗരവമുണ്ട്. പക്ഷേ പലപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും, അവനെ നിസ്കരിക്കണമെന്നല്ല, ഞാൻ നിസ്കരിക്കണ്ടല്ലോ ഞാൻ, അല്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് നബിയിലേക്കും സഹാബത്തിലേക്കുമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു താക്കീത് നൽകുന്നുണ്ട്. പള്ളിയിൽ ജമാഅത്തിന് ബാങ്ക് കേട്ടിട്ടും ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരോടുള്ള രോഷം റസൂലുള്ള പ്രകടിപ്പിക്കുക. ലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാ, നിങ്ങൾക്കൊരു ഇമാമൊക്കെ നിശ്ചയിച്ച് ഞാന് ഈ നിസ്കാരത്തിന് പള്ളിക്ക് വരാത്ത ആളുകളുടെ അവരുടെ വീടുകളൊക്കെ കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ചാ പറഞ്ഞേ? പള്ളിക്ക് ജമാഅത്തിന് വരാത്തവരെ കുറിച്ചാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തിന്റെ മാസമായിരുന്നു. ഇബാദത്തുകൾ ചിട്ടപ്പെടുത്തുന്ന മാസമായിരുന്നു. ഇബാദത്തിന്റെ ആത്മാവുകൾ സ്വീകരിക്കുന്ന മാസമായിരുന്നു. ആത്മനിർവൃതിയോടുകൂടി, സംതൃപ്തിയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ഇബാദത്തിൽ മുഴുകിയ മാസമായിരുന്നു. ഒരാഴ്ച പിന്നിട്ടപ്പോ ജമാഅത്ത് മെല്ലെ മെല്ലെ അകലം പാലിക്കുന്നുവെങ്കിൽ ഇതിന്റെ മാധുര്യം നമ്മൾ ആസ്വദിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ പഠിപ്പിക്കുക. ആർക്കാണ് പള്ളിയിലിരിക്കാൻ സമയം കിട്ടുക? ആരാണ് പള്ളിയിൽ ഉണ്ടാവുക? വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ 37-ാമത്തെ ആയത്തൊന്ന് വീട്ടിൽ പോയി പഠിച്ചു നോക്കി. അല്ലാഹു പറയാ, റിജാലുൻ, പള്ളിയിലുണ്ടാകുന്ന ചില ആളുകൾ, ചില മനുഷ്യർ, അവരാണ് പള്ളിയിൽ ഉണ്ടാവുക. അവരെ പ്രത്യേകത എന്താ അറിയോ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടമാകട്ടെ മറ്റു ക്രയവിക്രയങ്ങളാകട്ടെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല, അവരുടെ ശ്രദ്ധ മാറ്റുകയില്ല. അവർക്ക് കച്ചവടമുണ്ട്, അവർക്ക് വ്യവഹാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും അവർക്ക് തടസ്സമല്ല. എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോ അവന്റെ ആദ്യം മനസ്സിൽ വരെ അള്ളാഹിന്റെ കൽപ്പനയാണ്. ഒരു കച്ചവടത്തിൽ ഒരു വ്യവഹാരം നടക്കുമ്പോ ആദ്യം എനിക്കിത് ഹലാലാകുന്ന ഒരു കാര്യമാണോ എന്നാണ് അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അതേപോലെ രാവിലെയും പ്രദോഷത്തിലും അവന്റെ സദാസമയങ്ങളിലും വെള്ളം കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വാഹനത്തിലേറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ദിക്റില്ല, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകൾ അവനുണ്ടാകും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വഇഖാമിസ്സലാ, നിസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ, വഇതാഇസ് സക്കാ, സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് അശ്രദ്ധമാവുകയില്ല ഒരു കച്ചവടം, ഒരു വ്യവഹാരം. അതിന് അള്ളാഹ് പറഞ്ഞൊരു കാരണമുണ്ട്. യഖാഫൂന യൗമൻ, അവർക്കൊരു ദിവസത്തെ പേടിയാ. ഈ ദുനിയാവിലെ ദിവസമല്ല അവർ പേടിക്കുന്നത്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളക്കി മറിക്കപ്പെടുന്ന ആ ഖിയാമത്ത് നാളെന്ന ആ ഒരു ദിനത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിനെ ഭയപ്പെടുന്നു, മരണത്തെ പേടിക്കുന്നു. എന്തിന്? നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന ബേജാറ് കൊണ്ട് അവരതാ പള്ളിയിലേക്ക് വരുന്നു, അവരതാ ജമാഅത്ത് നമസ്കാരത്തിൽ മുഴുകുന്നു, അവരതാ ഖുർആൻ പഠനത്തിലും പാരായണത്തിലും തന്റെ ജീവിതത്തെ, സമയത്തെ ക്രമീകരിക്കുന്നു. അവർ ഒരിക്കലും തന്റെ സൗകര്യത്തിനനുസരിച്ചല്ല നമസ്കരിക്കുക. അവർ ജീവിക്കുന്നത് തന്നെ ഇബാദത്തുകൾ ചിട്ടപ്പെടുത്തി അതിന്റെ ബാക്കി സമയത്ത് എങ്ങനെയാണ് എന്റെ ദുനിയാവിനെ ക്രമീകരിക്കുക എന്നാണ് അവർ ചിന്തിക്കുക എന്നതിന്റെ അർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ജമാഅത്ത് നമസ്കാരങ്ങൾ നേടിത്തരുന്ന നേട്ടങ്ങളാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ജമാഅ, ജമാഅത്തായി ഒരാൾ നമസ്കരിച്ചാൽ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദ് ബി 27 ദർജ, അല്ലാഹു അവനെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് റഹ്മാനായ റബ്ബ് അതിന് പ്രതിഫലം കൊടുക്കാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മോചനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുത്തിബത്ത് ലഹു ബറാഅത്താനി, അവന് 2 മോചനങ്ങൾ, സുരക്ഷിതത്വങ്ങൾ അല്ലാഹു അവന് നൽകും. ഒന്ന് ബറാഅത്തും മിനന്നാർ, നരകമോചനം. 5 നേരം ചിട്ടയായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അത് മതി. ബറാഅത്തും മിനന്നാർ, നരകമോചനം അവന് കിട്ടും. 2 എന്താണെന്നറിയോ? ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. മുനാഫിഖായ മനുഷ്യനാണ് നിസ്കാരത്തിൽ ആലസ്യം ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞ കുറേയധികം സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ നിഫാഖുള്ള ആളുകളാണ് സുബഹി ജമാഅത്തിൽ നിന്നും ഇശാ ജമാഅത്തിൽ നിന്നും പിന്മാറിപ്പോവുക. അവരാണ് പിന്തി നിൽക്കാൻ. മഗ്രിബിനുണ്ടാവും, ചിലപ്പോൾ ളുഹറിനുണ്ടാവും. പക്ഷേ ഇശാവും സുബഹിയൊക്കെ ഇങ്ങനെ പിന്തി പോണുണ്ടെങ്കിൽ, അത് പള്ളിക്ക് എത്താൻ പറ്റണില്ലെങ്കിൽ, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാം ചൊല്ലുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയാൻ സൗഭാഗ്യം ലഭിക്കാതെ പോകുന്നുവെങ്കിൽ, വിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചോ, അത് നിഫാഖിന്റെ ലക്ഷണമാണ്, കാപട്യത്തിന്റെ ലക്ഷണമാണ്, മുനാഫിക്കിന്റെ ലക്ഷണമാണ്. മുനാഫിഖ് എവിടെ? സ്വർഗത്തിൽ പ്രവേശിക്കോ? ഇല്ല. അവന് അമലുണ്ട്, അവന് ധാരാളം അമലുണ്ട്. ഓൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാ ജീവിച്ചത്. അവനെ കഫം പുടവ അങ്ങനെ തന്നെ ആയിരുന്നു. അവനെല്ലാരും പോയി മറമാടിയിട്ടുണ്ട്, നമ്മളെ ഖബറിസ്ഥാനിൽ തന്നെ ആയിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ നിഫാഖായിരുന്നു, മുനാഫിഖായിരുന്നു. അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല അല്ലാഹുവിനെ കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് അവൻ ആഗ്രഹിച്ചില്ല. ഈ ചെയ്യുന്നതൊക്കെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ റമദാൻ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്തേ നമുക്ക് പറ്റിയതെന്ന് നമ്മള് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹ് പറയട്ടോ, സ്വർഗത്തിൽ വിരുന്നുണ്ട്. സ്വർഗത്തിൽ അല്ലാഹു പള്ളിയിലേക്കുള്ള ഓരോ പോക്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന്റെ സൽക്കാര അല്ലേ? സൽക്കാരം ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മൾ? അല്ലാഹ് ഓരോ ജമാഅത്തിന് നമുക്ക് സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് ഒരു പരിശോധന ഇത് തന്നെയാണ്, നിസ്കാരത്തിന് എന്തു പറ്റി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം നമ്മൾ വരുത്തണം. അതാണ് റമദാൻ നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. കളവ് പറയാതിരിക്കുക, ഹറാമുകൾ സമ്പാദിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ജമാഅത്തിനെ നമ്മളൊന്ന് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതെന്താണെന്നറിയങ്ങളെ, ഇതൊരു കുറ്റിയാണ്. എന്താ കുറ്റി? കുറ്റിക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ഒരു കയറിന്റെ തലയ്ക്ക് ഒരു പശുവിനെ നമ്മളാണ് ബന്ധിച്ചു കഴിഞ്ഞാൽ അത് എത്ര പോയാലും ആ കയറൊന്ന് വലിയുമ്പോ തിരിച്ചു കിട്ടന്നെ വരും. അതെ, 5 നേരത്തെ ബാങ്കുലി നമ്മൾ എത്ര തിരക്കാണ് പോയാലും ആ കുറ്റിയിലേക്ക് തന്നെ തിരിച്ചു വരണം, പള്ളിയിലേക്ക്. നന്നായി ഒന്നുവെടുത്ത് അല്ലാഹ് എന്ന് പറഞ്ഞൊന്ന് പള്ളിക്ക് കയറി നോക്ക് സഹോദരങ്ങളെ. അതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം റഹ്മാനായ റബ്ബ് ഏറ്റെടുക്കും. നമ്മളെ പ്രശ്നം പരിഹരിക്കാനല്ലേ ദുനിയാവിൽ ഓടുന്നത്, അല്ലേ? നമ്മളെ കുട്ടികളെ പ്രശ്നം, ഭാര്യന്റെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം, നമ്മളെ ജോലി, രോഗം, ഇതൊക്കെയല്ലേ നമ്മളെ പ്രശ്നം പരിഹരിക്കാനല്ലേ തിരക്ക്. അല്ലാതെ എന്തിനാ തിരക്ക്? അല്ലാതെ എന്തിനാ കൂട്ടരെ നമുക്ക് തിരക്ക്? നമ്മളെ പ്രശ്നം പരിഹരിക്കാനാ. അല്ലാഹ് പറയാ, ആ കുറ്റിയിലേക്കൊന്ന് തിരിച്ചു വന്ന് നോക്ക്, അള്ളാഹിനോടൊന്ന് ചോദിച്ചു നോക്ക്. നീ അധ്വാനിച്ചാൽ, നീ ഇടപെട്ടാൽ, അതിനേക്കാൾ നീ അറിയാത്ത രൂപത്തിൽ, നീ മനസ്സിലാക്കാത്ത രൂപത്തിൽ നിന്റെ വിഷയത്തിൽ റഹ്മാനായ റബ്ബ് ഇടപെടും. അവൻ പരിഹാരമുണ്ടാക്കും. നീ സന്തോഷിക്കുന്നവനാകും. നിനക്ക് നാളെ സ്വർഗം കിട്ടും, നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. അതിനെന്തു വേണം? ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഷെഡ്യൂൾ, അല്ലെ, യാത്രകളിൽ, ജോലി സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിൽ ഒക്കെയല്ലേ നമ്മളെ യാത്രകൾ ഉണ്ടാകുക. ആ ഷെഡ്യൂളിൽ നമ്മളെ ജമാഅത്ത് ഉണ്ടാവണം. ഇന്നിപ്പോ ഞാൻ ഇറങ്ങാം, ശരി, എവിടുന്നാ ജമാഅത്ത് നിസ്കരിക്കുക, എവിടെ എനിക്ക് കിട്ടുക, എവിടെയൊക്കെ കിട്ടും, നമ്മൾ അന്വേഷിക്കുന്നിടത്തേക്ക് എത്തണം, അല്ലെ? ഓരോ ഇസ്തിറാഹകളും ഓരോ വിശ്രമ കേന്ദ്രങ്ങളും അള്ളാന്റെ പള്ളികളിലേക്ക് കേന്ദ്രീകരിക്കണം. അവിടെ ഒന്ന് ഇരുന്ന് ഒന്ന് നിസ്കരിച്ച് ആ ജമാഅത്തിലൊന്ന് പങ്കെടുത്ത് ഒന്ന് ദിക്ർ ചൊല്ലി, ശ്വാസികളെ, എന്തൊരു ആശ്വാസ, എന്തൊരു ആനന്ദമാണ്. അത് നമുക്ക് നേടാൻ നമുക്ക് സാധിക്കണം. എത്ര വലിയ ഡോക്ടറാണെങ്കിലും, എത്ര വലിയ ടീച്ചറാണെങ്കിലും, എത്ര വലിയ കച്ചവടക്കാരനാണെങ്കിലും, എന്ത് വലിയ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ജീവിതത്തിലെ ഒരു ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിന് നമുക്ക് സാധ്യമായാൽ വിശ്വാസികളെ, ജീവിതത്തിൽ അടുത്ത റമളാൻ വരെ വളരെ പവിത്രമുള്ള ഒരു മനസ്സിന്റെ
ശുദ്ധമായ ഒരു ശരീരത്തിന്റെ, ശുദ്ധമായ സമ്പാദ്യത്തിന്റെ നാളെയുടെ ലോകത്തേക്ക് അള്ളാഹുവിന്റെ പവിത്രരായ മലക്കുകൾ വിളിക്കുമ്പോ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖോട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും ആനന്ദപൂർണമായി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. അത് മനസ്സിന്റെ ഏറ്റവും വലിയ ആനന്ദമായി റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഖുർറത്തു ഐനി ബിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമയാണ് നമസ്കാരം എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ. അതുപോലെ നമസ്കരിക്കാൻ ഒരു ചിട്ടയും വ്യവസ്ഥയും ആസൂത്രണവും നമുക്ക് വേണം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത് സഹോദരങ്ങളെ, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം അത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അത് അതേ രൂപത്തിൽ പ്രവാചകനും സഹാബത്തും മക്കയിലും മദീനയിലും നിർവഹിച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത വിധം പ്രവാചകൻ നമസ്കരിച്ചതുപോലെ ഞാൻ നിർവഹിക്കുന്നു എന്നതാണ്. അതിന് ഈ നമസ്കാരത്തെ, അതിന്റെ നിർവഹണത്തെ കൃത്യമായി നമ്മൾ പഠിക്കണം. ഓരോ ചലനങ്ങളിലും, അതിന്റെ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും എല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ റഹ്മാനായ റബ്ബിനോടുള്ള സംസാരമാണ്, അവനോടുള്ള എന്റെ ആഗ്രഹ പ്രകടനമാണ്, അവനോടുള്ള എന്റെ യാചനയാണ്. അത് കൃത്യമായ അർത്ഥമറിഞ്ഞ് മനസ്സിൽ തട്ടിച്ചോദിക്കാൻ അത് നമ്മൾ പഠിക്കണം. അതിന് നമ്മുടെ ജീവിതത്തിൽ സമയവും സന്ദർഭവും നമ്മൾ ഉണ്ടാക്കണം. ഇനിയും അത് പഠിക്കാത്തവർ, ഈ നമസ്കാരം കൊണ്ട് ഇതുവരെ എനിക്കൊരു വെളിച്ചം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിൽ സങ്കടപ്പെടുന്നവർ, ആ നമസ്കാരത്തെ നമ്മൾ ശരിക്കും പഠിക്കാന്നുള്ളതാണ് ഒരു പരിഹാരം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പരിശുദ്ധ റമളാൻ പൂർത്തിയായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് തുടർച്ചയായ നോമ്പിനെ കുറിച്ചും നമ്മൾ പഠിച്ചു, അല്ലെ? 6 ദിനങ്ങളിലുള്ള നോമ്പ് ഇന്നലെ തുടർച്ചയായി എടുത്ത ആളുകൾ പൂർത്തിയാക്കി. മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു 6, 6 അതിനെ തുടർന്ന് ശവ്വാലിൽ ആരാണോ നിർവഹിച്ചത്, കാന കസിയാമിദ് ദഹർ, കാലം മുഴുവൻ, ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലുണ്ട്. ഇത് എടുത്ത ആളുകളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സാധിക്കാതെ വന്ന, പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ വന്ന ആളുകളുണ്ട്. പലർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിക്കണം. ഈ ശവ്വാലിലെ നോമ്പ്, ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, റമളാനിലെ നോമ്പ് ബാക്കിയുള്ളവർ ഏതാണ് ആദ്യം നോൽക്കേണ്ടത് എന്നാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, റമളാനിന്റെ നോമ്പെടുക്കുകയും, ആ ഹദീസിന്റെ ഒരു വാക്കെന്താ പ്രയോഗം, മൻ സ്വാമ റമളാനാണ്, റമളാനിന്റെ നോമ്പെടുക്കാനാണ്. അതിനെ തുടർന്നാണ് പറഞ്ഞത്. അപ്പോ ആദ്യം ബാക്കി വന്ന നോമ്പ് നോറ്റതിന് ശേഷം അതിനെ തുടർന്ന് 6 നോമ്പ് നോൽക്കുക എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇനി നോൽക്കാൻ പറ്റുമെന്നാണ്. ഇനി നോൽക്കാൻ പറ്റും. പിന്നെ ശവ്വാൽ എന്ന പ്രയോഗമുള്ളത് കൊണ്ട് ശവ്വാൽ തീരും മുമ്പ് നോറ്റാലും മതി. ചില അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അത് തുടർച്ച വേണമെന്നാണ്. തുടർച്ചയാണ് ഏറ്റവും നല്ലത്. ഇനി ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, എന്ന് ഇടവിട്ടായാലും അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ലത് അത് തുടർച്ചയായി ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഫറള് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഈ സുന്നത്തിനും ഫറളിനും പാടെ ഒറ്റ നിയ്യത്ത് മതിയോ എന്ന്. യഥാർത്ഥത്തിൽ ഒന്ന് ഫറളാണ്,
മറ്റൊന്ന് സുന്നത്താൻ. തുടർത്ത് ചെയ്യുന്നത് സുന്നത്താൻ. അപ്പോ ഫറളിനെ ഫറലായി കൊണ്ട് തന്നെയും സുന്നത്ത് സുന്നത്തായും കൊണ്ട് തന്നെയും നിർവഹിക്കണം. അപ്പോ ഫറളിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്, സുന്നത്തിന് അതിൻ്റെതായ പ്രതിഫലവും വ്യത്യസ്തമായി ഉണ്ട്. അപ്പോ ഈ അർത്ഥത്തിൽ അതിന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫറളും സുന്നത്തുമായി തന്നെ വേർപ്പെടുത്തി തന്നെയാണ് അത് നിർവഹിക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ നാം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ നീയത്തിന്റെ വിഷയത്തിലും നമുക്കറിയാം, ഫറളിന് പ്രഭാതോദയത്തിന് മുമ്പ് തന്നെ അവൻ നീയത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഫറലായ നോമ്പ് അങ്ങനെയാണല്ലോ. എന്നാൽ ഒരാള് രാവിലെ എഴുന്നേറ്റ് അയാൾ പ്രഭാതം സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ നോമ്പിനെ കുറിച്ച് ചിന്തിച്ചാലും സുന്നത്ത് നോമ്പുകൾക്ക് അത് അംഗീകാരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും, അല്ലേ? ആ സുബഹി കഴിഞ്ഞിട്ട് പള്ളിക്കൊന്ന് ഇരുന്ന് നോക്കൂ, ഒരു അരമണിക്കൂർ. എന്നിട്ട് അദ്കാറുകളൊന്ന് ചൊല്ല് സഹോദരങ്ങളെ. എന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ അള്ളാനെ ഏൽപ്പിക്ക്. എന്തിനാ നമ്മൾ ഏറ്റി നടക്കണേ? അള്ള നോക്കൂലേ? അള്ള നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിറങ്ങിയാൽ റസൂലുള്ളാഹി പറയാ, താമത്തൻ താമത്തൻ താമത്തൻ, പരിപൂർണമായി ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി എല്ലാ പ്രഭാതത്തിലും ഒരു വിശ്വാസിക്ക് നേടാൻ പറ്റുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ? എന്തിനാ കൂലികൾ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് റമളാനിന്റെ തുടർച്ചയെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഈ റമളാനിന് ശേഷമുള്ള ശവ്വാലും വരാനിരിക്കുന്ന മാസങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ മുഅ്മിനായി, മുത്തഖിയായി, മുഹ്സിനായി, മുഖ്ലിസായി അള്ളാന്റെ ദീനിൽ കടന്നുപോയി കെലിമ ചൊല്ലാൻ ഭാഗ്യം നമുക്ക് കിട്ടണം. മുസ്ലിമായി മുനാഫിഖായി കടന്നു പോയാൽ നദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ അടിത്തട്ടിൽ സുജൂദിന്റെ അടയാളങ്ങളുമായി കടന്നു പോകേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറിക്കൂടാ. അതുകൊണ്ട് ജീവിതത്തെ സ്വയം വിലയിരുത്തുക എന്നതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ ആണിക്കല്ല്. അങ്ങനെ സ്വന്തം പരിശോധിച്ച് തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന് നന്മയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ലോക ജനതയെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.